നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇന്നത്തെ പ്രധാന പത്രങ്ങളിലൂടെ ആദ്യത്തെ പത്രം മാതൃഭൂമിയാണ്. മാതൃഭൂമി ഏറെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത സൈബറിടത്തും ക്ലീൻ കേരള എന്ന തലക്കെട്ടോടെ ഓൺലൈൻ ഭാഗ്യക്കുറി തട്ടിപ്പിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പേരിൽ ഓൺലൈനിൽ വ്യാജ ഭാഗ്യക്കുറി വിൽപ്പന നടത്തുന്ന ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഗൂഗിളിന് നോട്ടീസ് നൽകിയ ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. തൊട്ടടുത്തായി ഭർത്താവിന് തൊട്ടു പിന്നാലെ ഭാര്യ ചീഫ് സെക്രട്ടറി സ്ഥാനത്തെത്തുന്ന സംസ്ഥാന ചരിത്രത്തിലെ ഒരു ആദ്യത്തെ സംഭവം വാർത്തയായി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി താരമായ PR ശ്രീജേഷിന് 2 കോടി രൂപ പാരിതോഷികം നൽകാൻ തീരുമാനിച്ച ആ ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയുടെ വാർത്തയും നൽകിയിട്ടുണ്ട്. ഈ വാർത്തയോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പോളണ്ടിൽ എന്ന ചെറിയ തലക്കെട്ട് നൽകി ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിന് താഴേക്ക് വരുമ്പോൾ കുറ്റവും ശിക്ഷയും എന്ന് 2 കോളങ്ങളിലായി ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അതായത് കഞ്ചാവിന് കേസെടുക്കാൻ മണം മാത്രം പോരാ, തെളിവ് വേണമെന്ന് കോടതി പറയുന്നു. ഒപ്പം ഓണക്കിറ്റ് സപ്ലൈകോയ്ക്ക് 34 കോടി എന്ന തലക്കെട്ടോടുകൂടി വയനാട്ടിലെ ദുരിതബാധിതർക്കും സൗജന്യ കിറ്റ് നൽകുന്നതിനെ കുറിച്ചുള്ള വാർത്തയും മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു ചീഫ് സെക്രട്ടറി ബൈ നിയുക്ത ചീഫ് സെക്രട്ടറി എന്ന തലക്കെട്ടോടെ എന്ന രസകരമായ ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെയായി തൃശൂരിലെ കോൺഗ്രസ് തോൽവി, TN പ്രതാപനെ മാറ്റി നിർത്തണം അന്വേഷണ സമിതി എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്തത് ദീപിക പത്രമാണ്. ദീപികയിലേക്ക് വരികയാണെങ്കിൽ ദീപികയുടെ ആദ്യ പേജിൽ താനാര എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു പരസ്യമാണ് നൽകിയിരിക്കുന്നത്. ഉൾപേജിലേക്ക് വരുമ്പോൾ സിറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ഇന്ന് തുടക്കം എന്ന വാർത്തയാണ് ദീപിക നൽകിയിരിക്കുന്നത്. തൊട്ടു താഴെയായി സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 2325 അധിക തസ്തികകൾ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതിന്റെ വാർത്ത നൽകിയിട്ടുണ്ട്. ആ വാർത്തയ്ക്കുള്ളിൽ തന്നെ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആകുന്നതിനെ കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. അതിന്റെ ഇടതുഭാഗത്തായി ഡോക്ടർമാരുടെ സമരം കാരണമുണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ചും ഒരു 2 കോളം വാർത്ത നൽകിയിട്ടുണ്ട്. ദീപിക പത്രത്തിന്റെ താഴേക്ക് വരുമ്പോൾ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടം ഉണ്ടായതിനെ കുറിച്ചുള്ള വാർത്തകൾ നൽകിയിട്ടുണ്ട്. കൊച്ചി, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളുടെ വിശദമായ വിവരവും നൽകിയിട്ടുണ്ട്. ഒപ്പം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്തയും ദീപികയിൽ നൽകിയിട്ടുണ്ട്. അടുത്തത് മാധ്യമം പത്രമാണ്. മാധ്യമത്തിൽ സംവരണക്കാർക്ക് ജനറൽ ക്വാട്ടയിലും പ്രവേശനം നൽകണം എന്ന സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമാണ് നൽകിയിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായി ശാരദാ മുരളീധരൻ പുതിയ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. താഴെയായി വൈകിയെത്തി തസ്തിക എന്ന തലക്കെട്ടോടുകൂടി കഴിഞ്ഞ അധ്യയന വർഷത്തെ അധ്യാപക തസ്തിക നിർണയം 1 വർഷത്തിനകം പൂർത്തിയാക്കി മന്ത്രിസഭാ തീരുമാനത്തെക്കുറിച്ച് വാർത്ത നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയ വാർത്തയും മാധ്യമം നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം എന്ന് പറയുന്നത് മലയാള മനോരമയാണ്. മനോരമയിലാണ് കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയുടെ വാർത്ത ഏറ്റവും വിശദമായി തന്നെ നൽകിയിരിക്കുന്നത്. മാപ്പ് അടക്കമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. തൊട്ടടുത്തായി മറ്റെല്ലാ പത്രങ്ങളിലെയും പോലെ ഭർത്താവിനു പിന്നാലെ ഭാര്യ ചീഫ് സെക്രട്ടറി ആകുന്ന വാർത്ത വളരെ രസകരമായി മനോരമ 2 കോളത്തിലായി നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ വള്ളങ്ങൾ മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായ വാർത്തയും അതിന് തൊട്ടടുത്തായി സംസ്ഥാനത്തെ 10ാം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ 2325 അധ്യാപക അനധ്യാപക തസ്തികകൾ അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതിനെ കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. ഒപ്പം ശ്രീജേഷിന് സർക്കാരിന്റെ സമ്മാനമായ 2 കോടി രൂപയെക്കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. ശ്രീജേഷിന് സർക്കാരിന്റെ സമ്മാനം 2 കോടി എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ മൂവാറ്റുപുഴയിലെ സ്വർണ്ണമോഷ്ടാവ് മുംബൈയിൽ സ്വർണ്ണ വ്യാപാരി എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം എന്ന് പറയുന്നത് കേരള കൗമുദിയാണ്. കൗമുദിയിൽ ആദ്യം നൽകിയിരിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയുടെ വാർത്ത തന്നെയാണ്. പെൺകുട്ടിയെ കണ്ടെത്തിയ വിശദമായ വിവരങ്ങൾ ഈ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെയായി സുപ്രീം കോടതിയുടെ ചരിത്രവിധി മെരിറ്റുള്ള സംവരണക്കാർ ജനറൽ ക്വാട്ടയിൽ എന്ന വാർത്ത വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെ കുറിച്ച് ഉള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിന് പോലീസ് പൂട്ട് എന്ന തലക്കെട്ടോടെയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. താഴെയായി ശ്രീജേഷിന് സർക്കാരിന്റെ 2 കോടി രൂപ എന്ന വാർത്തയും ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരൻ എത്തുന്ന വാർത്തയും മറ്റെല്ലാ പത്രങ്ങളിലെയും പോലെ നൽകിയിട്ടുണ്ട്. അവസാനത്തെ പത്രം എന്ന് പറയുന്നത് ജന്മഭൂമിയാണ്. മറ്റെല്ലാ പത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ തലക്കെട്ടുകളാണ് ജന്മഭൂമി നൽകിയിരിക്കുന്നത്. ജന്മഭൂമിയിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്തകൾ തികച്ചും വ്യത്യസ്തമാണ് മറ്റു പത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് സർക്കാർ പറയുന്നത് പെരുപ്പിച്ച കണക്ക് എന്ന തലക്കെട്ടോടുകൂടി വയനാട് പുനരധിവാസത്തിനായി ചെലവാക്കാൻ സർക്കാർ പറയുന്ന കണക്കുകൾ
യാഥാർത്ഥ്യത്തിന് നിരക്കാത്തത് എന്ന ആക്ഷേപമുയരുന്നു എന്നൊരു വാർത്തയാണ് ജന്മഭൂമി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരിക്കുന്ന കോൺക്ലേവോ എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട പാർവതി തിരുവോത്തിനെ കുറിച്ചുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം ശബരിമലയിൽ പുതിയ ഭസ്മക്കുളം നിർമ്മിക്കുന്നതിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഹൈക്കോടതി വിലക്കിയതിനെ കുറിച്ചുള്ള വാർത്തയും, തൊട്ടുതാഴെ ശ്രീകൃഷ്ണ ജയന്തി പതാക ദിനം ഇന്ന് എന്ന വാർത്തയും, അതിന് താഴെയായി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന അതിക്രമങ്ങൾക്ക് അതിവേഗ പരിഹാരമുണ്ടാകണമെന്ന് ശങ്കരാചാര്യന്മാർ ആവശ്യപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെ തലക്കെട്ടുകളും പ്രധാന വാർത്തകളും. ഇനിയും പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം.